എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ഒരാളെ പെട്ടെന്ന് എങ്ങനെ വരച്ചെടുക്കാം എന്നതാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ ഒരു സർക്കിൾ വരച്ചിട്ടാണ് തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ ഈ സർക്കിളിന്റെ രണ്ട് വശങ്ങളും ഓരോ ലൈൻസ് ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ ഫേസിന്റെ ഒരു വലിപ്പമാണ് നമ്മൾ ഇത് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് മുകളിലത്തെയും താഴത്തെയും ലൈനുകൾ ജോയിന്റ് ചെയ്ത് ഒരു സ്ക്വയർ രൂപത്തിലാക്കി എടുക്കുക. ഈ മുകളിലത്തെ ലൈനിന്റെ പേരാണ് ഹെയർ ലൈൻ. ഇനി താഴത്ത് വരുന്ന ലൈനാണ് നോസ് ലൈൻ. ഇപ്പം നമ്മൾ വരച്ച വൃത്തത്തിനുള്ളിൽ ഒരു സ്ക്വയർ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വൃത്തത്തിൻ്റെ സെൻറ്ററിലൂടെ ഒരു വെർട്ടിക്കലായി ലൈൻ വരയ്ക്കാം. ഇപ്പം നമ്മുടെ ഫേസ് രണ്ട് പാർട്ടായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ലൂമിൻസ് മെത്തേഡ് എന്ന പുസ്തകം എഴുതിയത് ആൻഡ്രൂ ലൂമിസ് ആണ്. ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു സിമ്പിളായിട്ട് ഒരാളെ വരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വൃത്തത്തിനുള്ളിൽ വരച്ചിട്ടുള്ള സ്ക്വയറിനെ ഈക്വലായിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. ഈ ലൈനിലാണ് നമ്മൾ പിരികവും അതുപോലെ തന്നെ ചെവിയും വരയ്ക്കുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് താടിയുടെ ഭാഗമാണ് നമുക്കിന്ന് മാർക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സ്ക്വയറിൻ്റെ അളവെടുത്തിട്ട് താഴത്തേക്ക് മാർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നോസ് ലൈനും ചെൻ ലൈനും കൂടിയിട്ട് യോജിപ്പിച്ചാൽ മാത്രം മതി. ലൈവായിട്ട് ഒരാളെ മുന്നിലിരുത്തി വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ രീതിയിലാണ് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് ഒരാളെ വരയ്ക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ മെത്തേഡ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഫോട്ടോ തന്നെ നമുക്ക് സൈഡിലേക്ക് തിരിച്ചും വരയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഫേസിനെ കണക്ട് ചെയ്തിട്ട് ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഓരോന്നായി വരച്ചെടുക്കാം. തുടക്ക സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ഇത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരാളെ വരച്ചെടുക്കാവുന്നതാണ്. ഈ മെത്തേഡ് നമ്മൾ ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് നമുക്ക് ഡ്രോയിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് എല്ലാത്തിൻ്റെയും പൊസിഷന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. വളരെ എളുപ്പത്തിൽ അങ്ങനെ നമ്മൾ ചെവി മാർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കണ്ണിൻ്റെ പൊസിഷനാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കാനുള്ളത്. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വലത് ചെവി തൊട്ട് ഇടത് ചെവി വരെയുള്ള അളവിനെ 5 ഭാഗങ്ങളായിട്ട് തിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ സൈഡിൽ റഫായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് കണ്ണിൻ്റെയും മൂക്കിൻ്റെയും അളവുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം ലൂമിൻസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇനി നമ്മൾ കണ്ണ്, മൂക്ക്, ചെവി ഇതെല്ലാം വരച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. പ്രാക്ടീസിലൂടെ നമുക്ക് ഇതെല്ലാം സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്ന കേസുള്ളൂ. തുടക്കകാലത്ത് എനിക്കും ഇതുപോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഇത് വരയ്ക്കാനായിട്ട്. ഒരുപാട് ആർട്ട് വർക്കുകൾ നമുക്ക് ഇപ്പോൾ ചെയ്യാനായിട്ട് പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ഇടാനായിട്ട് വൈകുന്നത്. ഇനി മുതൽ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഓരോ ഭാഗങ്ങളായിട്ട് വരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമാണ് നമുക്കിതെല്ലാം കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് ഏതെങ്കിലും ഭാഗം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കമൻ്റായി പറഞ്ഞു കഴിഞ്ഞാൽ അതുമാത്രമായിട്ട് നമ്മളൊരു പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സെൻറ്ററിലായിട്ടൊരു സർക്കിളും അതിന് ചുറ്റും 2 ചെറിയ സർക്കിളും വരച്ചു കഴിഞ്ഞാൽ ലൂമിൻസ് മെത്തേഡിലൂടെ മൂക്ക് സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഓരോ ഭാഗങ്ങൾ വരച്ചെടുക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുക്കേണ്ടതാണ്. കണ്ണിൻ്റെ സെൻറ്ററിൽ നിന്ന് നേരെ താഴത്തേക്ക് വരയ്ക്കുമ്പോൾ ചുണ്ടിൻ്റെ അളവ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ ഡോംസിൻ്റെ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. ഏകദേശം ഈ പെൻസിലിന് ഒരു 60 രൂപ മാത്രമാണ് വില വരുന്നത്. ഇതൊരു 6 പെൻസിൽ അടങ്ങിയിട്ടുള്ളൊരു സെറ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പെൻസിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്മൂത്തായിട്ടുള്ളൊരു പെൻസിലാണ്. ഇപ്പോൾ ഞാൻ സ്റ്റഡ്ലറിൻ്റെ HP പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഔട്ട്ലൈൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഡാർക്ക് കിട്ടാവുന്ന പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ചാൽ മാത്രമാണ് നമ്മൾ വരയ്ക്കുന്ന ഫോട്ടോയ്ക്ക് ഒരു ഉതിപ്പ് കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഡ്രോയിങ് ചെയ്തു തുടങ്ങാം. ഈ വരച്ചൊരു ഔട്ട്ലൈനെ നമ്മൾ എങ്ങനെയാണ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ആക്കി മാറ്റുക എന്നാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഒരു റിയലിസ്റ്റിക് ഡ്രോയിങ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ഷെയ്ഡിങ് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. കൃത്യമായിട്ടുള്ള ലൈറ്റ് ആൻഡ് ഷെയ്ഡിങ്ങിലൂടെയാണ് നമുക്കൊരു ഫോട്ടോയ്ക്ക് നല്ല ഭംഗി കൊടുക്കാൻ പറ്റുക. ആദ്യം 2B പെൻസിൽ ഉപയോഗിച്ച് ഡാർക്കായ ഭാഗം ഷെയ്ഡ് ചെയ്തെടുക്കുക. പിന്നീട് 6B, 8B, 10B എന്നീ പെൻസിലുകൾ ഉപയോഗിച്ചിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക. പിന്നീട് ഒരു ബ്ലെൻഡിങ് സ്റ്റിക്ക് എടുത്തിട്ട് അത് സ്മൂത്ത് ചെയ്തെടുക്കുക.
ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു സ്കിൻ ടോൺ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി കണ്ണ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡാർക്കായിട്ട് കൃഷ്ണമണി വരയ്ക്കാതിരിക്കുക. ഈ വീഡിയോയിൽ നമ്മളത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കിയെടുക്കുക. ഇനി മുതൽ നിങ്ങൾ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കാതിരിക്കുക. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് പഠിച്ചാൽ മാത്രമാണ് ഒരാളെ നമുക്ക് ലൈവായിട്ട് നോക്കി വരയ്ക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് നമ്മൾ ഈ ചെയ്യുന്ന ലൂമിസ് മെത്തേഡ്. തുടക്കക്കാർ വളരെയധികം സമയമെടുത്ത് അതൊക്കെ ചെയ്താൽ മാത്രമാണ് ഇത്രമാത്രം ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ ഡ്രോയിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഡെയിലി വ്യത്യസ്തമായ ഫോട്ടോകൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നല്ലൊരു ആർട്ടിസ്റ്റ് നമുക്ക് ആവാൻ പറ്റുകയുള്ളൂ. ഇതൊരു ഡോംസിൻ്റെ എറൈസറാണ്. വെറും 25 രൂപ മാത്രമാണ് ഇതിന് വില വരുന്നുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു എറൈസറാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ തീർച്ചയായും ഇതിനകത്തൊരു കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇതിലൂടെ മറ്റുള്ളവർക്കും നിങ്ങളുടെ ആർട്ട് വർക്കുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി. കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്.